എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ ഒരു വീഡിയോ എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ മനുഷ്യരുടെയൊക്കെ സ്വഭാവം എത്ര പെട്ടെന്നാണ് മാറുന്നത് അല്ലേ? ശരിക്കും പറഞ്ഞാൽ നമ്മൾ കണ്ട ഇന്നത്തെ വേറൊന്നുമല്ല പറയാൻ പോകുന്നത്, നമ്മുടെ രേണു സുധിയെ പറ്റി തന്നെയാണ് പറയുന്നത്. രേണു സുധി എന്ന പേര് ചേർത്ത് പറയണമെന്ന് പോലും തോന്നിപ്പോവുകയാണ്. കാരണം അവരുടെ ആ ഒരു പ്രവൃത്തികളും രീതികളൊക്കെ കാണുമ്പോഴത്തേക്ക് എന്തോ എനിക്കങ്ങനെ തോന്നുന്നു. പക്ഷേ ഇത് കേൾക്കുമ്പോൾ കുറേ എണ്ണം ഇങ്ങോട്ട് വരും, നീ ആരാടി സംസാരിക്കാൻ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ എണ്ണം വരും കേട്ടോ. പക്ഷെ അവരോടൊന്നും പറയാനില്ല കേട്ടോ. പുച്ഛം മാത്രം, വെറുതെ കിടന്ന് ചിലയ്ക്കുന്ന, എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന അന്തങ്ങളോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അപ്പോൾ അതവിടെ ഇരിക്കട്ടെ. അപ്പോൾ സംഭവം എന്തെന്ന് വെച്ചാൽ, നമുക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്, നമ്മുടെ സുധി മരണപ്പെട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് രേണുവിൻ്റെ കരച്ചിലും ബഹളവും എല്ലാം ആ ഒരു സമയത്ത് പുള്ളിക്കാരത്തി ലക്ഷ്മി നക്ഷത്രയോട് സ്നേഹപൂർവ്വം ആവശ്യപ്പെട്ടത് എന്താണെന്ന് വെച്ചാൽ, എൻ്റെ സുധിച്ചേട്ടൻ്റെ മണം എനിക്ക് എപ്പോഴും ശ്വസിക്കണം, അദ്ദേഹത്തിൻ്റെ സാമീപ്യം എനിക്ക് എപ്പോഴും വേണം, ആ ഒരു മണമെന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളിക്കാരത്തി ഒരു ഷർട്ട് കെട്ടിപ്പിടിച്ച് മണത്ത് ഉമ്മയൊക്കെ വച്ചിരുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. പിന്നീട് നമ്മുടെ ലക്ഷ്മി നക്ഷത്ര പുള്ളിക്കാരത്തിയുടെ ആ ഒരു ആത്മാർത്ഥതയിൽ പുള്ളിക്കാരത്തിക്ക് ഒരു പെർഫ്യൂം തന്നെ ഉണ്ടാക്കിക്കൊണ്ട് കൊടുത്തു. സുധിയുടെ ആ ഒരു വിയർപ്പും ബ്ലഡിൻ്റെയൊക്കെ ആ ഒരു ആക്സിഡൻറ്റ് നടന്ന ആ ഒരു സമയത്തുള്ള ആ ഒരു ഗന്ധമൊക്കെ എടുത്ത് വെച്ചിട്ട്, ആ സമയത്തിട്ടിരുന്ന വസ്ത്രത്തിൻ്റെ ആണെന്ന് തോന്നുന്നു, ഗന്ധമൊക്കെ എടുത്തിട്ട് വെച്ചിട്ട് ഒരു പെർഫ്യൂം തന്നെ സെറ്റാക്കി കൊണ്ടുവന്ന് കൊടുത്തു. പുള്ളിക്കാരത്തി ആ ഒരു സമയത്തൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടതാണ്, ആ ഒരു സ്പ്രേ എടുത്തിട്ട് മണത്ത് നോക്കിയിട്ട് ഭയങ്കര സന്തോഷത്തോടു കൂടി ഇരുന്നതൊക്കെ നമ്മളൊക്കെ കണ്ടതാണ്. ഇപ്പോൾ കഥ മാറി, കാലം മാറി കഥ മാറി എന്നാണല്ലോ പറയുന്നത് അല്ലേ? ഇപ്പോൾ ആ ഒരു മണം എന്ന് പറയുന്നത് നാറ്റമാണെന്നാണ് പുള്ളിക്കാരത്തി പറയുന്നത്. അതങ്ങോട്ട് അടിച്ചു കഴിഞ്ഞാൽ ഇറങ്ങി ഓടും എന്നാണ് പറയുന്നത്, അത്ര സ്മെല്ലെന്നാണ് പറയുന്നത്. അന്ന് അത് സ്മെല്ലായിരുന്നില്ല, അന്ന് അത് സുഗന്ധമായിരുന്നു. ഇന്ന് ഇതാ ബാഡ് സ്മെല്ലായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. ഇത്രയേ ഉള്ളൂ മനുഷ്യൻ്റെ കാര്യം, എല്ലാവരുടെ കാര്യം അങ്ങനെ തന്നെയാണ്. മാറ്റം പ്രകൃതിയുടെ ആവശ്യം തന്നെയാണ്, മാറ്റം അങ്ങനെ തന്നെയാണ് അല്ലേ? അതുകൊണ്ടല്ലേ ഇപ്പോൾ നമുക്ക് പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെട്ട് കഴിഞ്ഞാലും കുറേ കാലം കഴിയുമ്പോൾ നമ്മൾ അതുമായിട്ട് യോജിച്ച് വരും. അത് എല്ലാ മനുഷ്യരും അങ്ങനെ തന്നെയാണ്. പക്ഷേ പലപ്പോഴും രേണുവിൻ്റെ കാര്യത്തിൽ നെഗറ്റീവ് വരുന്നതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ, രേണുവിൻ്റെ വർത്തമാനമാണ്. ശരിക്കും പറഞ്ഞാൽ ആ ഒരു മുഖം കൊണ്ടുള്ള ചേഷ്ടയും അങ്ങനെയുള്ള ആ ഒരു ഇതുകൊണ്ടാണ് എന്ന് കരുതിയിട്ട് രേണുവിനോട് എനിക്കൊരു വിരോധമില്ല. ഞാൻ എന്തിനാ അവരോട് വിരോധപ്പെടുന്നത്? ഞാൻ ഇന്നേ വരെ കണ്ടിട്ട് കൂടിയില്ല. പക്ഷേ നമ്മൾ ചില കാര്യങ്ങളൊക്കെ നമുക്ക് ഇഷ്ടപ്പെടാതെ വരുമ്പോൾ നമ്മളത് പ്രതികരിക്കും, അത്രയേ ഉള്ളൂ. അതിനിഷ്ടം നമുക്ക് അവരോട് വിരോധം ഉണ്ടെന്നല്ല കേട്ടോ. അപ്പോൾ എന്തായാലും ഈ ഒരു ചെറിയ ഒരു ഭാഗം നിങ്ങളൊന്ന് കാണും. പെർഫ്യൂമിന്റെ മണം തീർന്നു, ദാസേട്ടന്റെ മണം അടിച്ച് പെർഫ്യൂം ആക്കുക. ഇതൊക്കെ എപ്പോഴൊക്കെ എന്റെ പൊന്ന സുഹൃത്തുക്കളെ, ആ പെർഫ്യൂം അടിക്കാനുള്ളതല്ല. അത് സുധിച്ചേട്ടന്റെ സ്മെല്ലെന്ന് പറഞ്ഞാൽ അത് എനിക്കും കിച്ചുവിനും പിന്നെ എന്റെ വീട്ടുകാർക്കും കുറച്ചു പേർക്ക് മാത്രം മനസ്സിലാവുന്ന ഒരു സ്മെല്ലാണ്. അത് അടിച്ചിട്ടേ ഇല്ല. ഇന്ന് ഈ നിമിഷം വരെ ദേഹത്ത് അടിക്കുന്ന പെർഫ്യൂം അല്ല അത്. സുധിച്ചേട്ടനെ ഓർക്കുമ്പോൾ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ മണമാണ് തുറന്നിട്ടൊന്ന് മണക്കുമ്പോൾ തന്നെ ഞങ്ങൾക്ക് അറിയാം സുധിച്ചേട്ടന്റെ സാന്നിധ്യം എവിടെയോ ഉണ്ട്. അതിന് വേണ്ടിയിട്ടുള്ള പെർഫ്യൂമാണ്, അല്ലാതെ അത് അടിക്കാൻ പറ്റത്തില്ല. നിങ്ങൾക്ക് അത് മണത്താൽ ഇവിടെ ഓടും. അതുപോലത്തെ ഒരു സ്മെല്ലാണ്. അതായത് സുധിച്ചേട്ടൻ ഷൂട്ടൊക്കെ കഴിഞ്ഞ് വന്നിട്ട് കുളിക്കുന്നതിനെ കൊണ്ട് ഷർട്ടൂരി ഇടത്തില്ലേ, അതിന്റെ ആ ഒരു വിയർപ്പും പിന്നെ എല്ലാം കൂടിയുള്ള ഒരു സ്മെല്ലാണ്. അതിന്റെ പെർഫ്യൂം എങ്ങനെ ദേഹത്ത് അടിച്ചോണ്ട് നടക്കുന്നത്? അത് അടിക്കാൻ പറ്റുന്ന അല്ല അത് തീർന്നിട്ടും ഇല്ല, അത് അതുപോലെ ഇരിപ്പുണ്ട്. സംഭവം അവർ പറഞ്ഞത് കറക്റ്റ് കാര്യമാണ്, അതിൽ ഒരു തെറ്റും പറയാൻ പറ്റില്ല. അവർ പറഞ്ഞത് കറക്റ്റാണ്. അത് ദേഹത്ത് അടിക്കാൻ പറ്റില്ല, അത് അടിച്ചുകൊണ്ട് നടക്കുന്നതും അല്ല, അടിക്കുന്ന തരത്തിലുള്ള സ്പ്രേ അല്ല അത് അതിൽ പ്രത്യേകിച്ച് അവർ കുറ്റം പറയാൻ നോക്കില്ല. പക്ഷേ ഇവർ കൂടെ കാണിക്കുന്ന, സുധിയുടെ പേര് പറഞ്ഞിട്ട് കാണിക്കുന്ന ആ ഇപ്പോഴല്ല, കുറച്ച് നേരത്തെ സുധിയുടെ പേര് പറഞ്ഞ് കാണിച്ചിട്ടുള്ള ആ ഒരു സങ്കടങ്ങളും ആ സമയത്ത് പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് ഇതൊക്കെ എടുത്തു വെച്ച് എല്ലാവരും ഊക്കാനായിട്ടിരിക്കുന്നത്. ശരിക്കും പറയുകയാണെങ്കിൽ ഇതിലിപ്പോൾ ഇവർ പറഞ്ഞത് വളരെ കറക്റ്റാണ്.
100% കറക്റ്റാണ്. അതൊന്നും എടുത്ത് ദേഹത്തടിക്കാനൊന്നും പറ്റില്ല എന്ന് പറയുന്നത് സത്യം തന്നെയാണ്. പക്ഷേ എന്നാലും ഇതിവിടെ ഒരു ചർച്ചയാവുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, എൻ്റെ ഭർത്താവിൻ്റെ മണം എനിക്ക് അടിച്ചുകൊണ്ടിരിക്കണം, എനിക്ക് മണപ്പിച്ചുകൊണ്ടിരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു സംഭവം ഉണ്ടാക്കിക്കൊണ്ട് നമ്മുടെ ലക്ഷ്മി നക്ഷത്രയെ കൊണ്ട് സെറ്റാക്കി കൊണ്ടുവന്ന് വെച്ചു. പുള്ളിക്കാരത്തി അത് മണപ്പിച്ചുകൊണ്ടിരുന്നതുമാണ്. ഇപ്പോൾ അതേക്കുറിച്ച് ചോദിച്ചപ്പോൾ പുള്ളിക്കാരത്തിയുടെ ആ മുഖത്തുനിന്ന് വരുന്ന ഇങ്ങനെയൊക്കെ ആക്കിയുള്ള ആ ഒരു എക്സ്പ്രഷൻ ഉണ്ടല്ലോ, ആ ഒരു മുഖം വെച്ചിട്ടുള്ള ആ ഒരു ഭാവാഭിനയം, ഒരു അഹങ്കാരം കലർന്ന രീതിയിലുള്ള വർത്തമാനമായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. നിങ്ങൾക്ക് തോന്നിയോ ഇല്ലയോ എന്നൊന്നും അറിയില്ല. അന്ധങ്ങൾക്ക് തോന്നാറില്ല. സാധാരണ ഇങ്ങനെയൊക്കെ എന്ത് പറഞ്ഞാലും അന്ധങ്ങൾക്കാണെങ്കിൽ തോന്നില്ല. അവർക്കെല്ലാം നല്ലതാണ്, വെളുത്തതെല്ലാം പാലാണ് എന്നുള്ള രീതിയാണ്. എന്തായാലും ശരിക്കും പറയുകയാണെങ്കിൽ ശരിക്കും ഇപ്പോൾ എനിക്ക് പറയാനുള്ള ഒന്നേ ഉള്ളൂ, നിങ്ങൾക്ക് പണ്ട് നിങ്ങൾ ഒരുപാട് കരയും വിളിക്കുകയൊക്കെ ചെയ്തുകൊണ്ട് നടന്ന വ്യക്തിയാണ്. അതങ്ങനെ എപ്പോഴും വേണമെന്ന് പറയുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ, ഭർത്താവ് മരിച്ചുപോയി എന്ന് പറഞ്ഞിട്ട് ജീവിതത്തിൽ ഇനി എന്ത് ചെയ്യണം, എങ്ങോട്ട് പോകണം എന്ന് പറഞ്ഞ് പകച്ച് നിൽക്കേണ്ട ഒരു വ്യക്തിത്വമല്ല ഒരു ലേഡികളും, ഒരു സ്ത്രീകളും അങ്ങനെ പകച്ച് നിൽക്കാൻ പാടില്ല. നഷ്ടപ്പെട്ടവർ നഷ്ടപ്പെട്ടു, നമുക്ക് മുന്നോട്ട് പോകണം. പിന്നീട് നിലവിൽ നമ്മളെ ആശ്രയിച്ച് നിൽക്കുന്ന ഒരുപാട് പേരുണ്ടാവും. അവർക്ക് നമ്മൾ പിന്നീട് അത്താണിയാവണം. നമ്മുടെ സങ്കടങ്ങളൊക്കെ നമ്മുടെ മനസ്സിലിരിക്കട്ടെ എന്ന് കരുതിയിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. പക്ഷേ പിന്നിട്ട വഴികൾ നമ്മൾ മറന്നു പോകരുത്. പലപ്പോഴും ഇവർ കാണിക്കുന്ന ഇവരുടെ സംസാരത്തിലുള്ള ആ ഒരു ഈർഷ്യയാണ് പലർക്കും അത് ഇവരുടെ സംസാര രീതി ഇഷ്ടമല്ലാതെ വരുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് പലരും പ്രതികരിക്കുന്നതും. ഇപ്പോൾ തന്നെ ആ റോഡിൽ കിടന്നുള്ള കുത്തിമറിയക്കം അതൊക്കെ പലർക്കും ഇഷ്ടമല്ലാണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നെഗറ്റീവിലൂടെ എങ്ങനെയെങ്കിലും നെഗറ്റീവ് പബ്ലിസിറ്റി നേടിയാലും മതി, ഒരു കുഴപ്പമില്ല എന്ന് ചിന്തിക്കുന്ന വ്യക്തിയാണ് ഇവർ. പിന്നെ ഇവരുടെ ഒരു ഇൻ്റർവ്യൂ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഞാൻ എടുത്ത ഈ ക്ലിപ്പിൻ്റെ ആ ഒരു ഇൻ്റർവ്യൂ കുറച്ച് വലിയൊരു ഭാഗം ഉണ്ടായിരുന്നു. അതിനകത്ത് ചോദിക്കുന്നുണ്ട്, ഷൈൻ ടോം ചാക്കോയുടെ കൂടെ അഭിനയിക്കാൻ ഒരു ചാൻസ് കിട്ടിയാൽ താല്പര്യമുണ്ടോയെന്ന്. അപ്പോൾ ഇവർ തന്നെ പറയണേ, എന്തുകൊണ്ട് പറ്റൂടാ, എനിക്കൊരു പ്രശ്നമില്ല, ഞാൻ ആരുടെ കൂടെ വിളിച്ചു കഴിഞ്ഞാലും ഞാൻ അഭിനയിക്കാൻ പോകും, അഭിനയിക്കുന്നതിന് എന്താ കുഴപ്പം, ആര് വിളിച്ചാലും അഭിനയിക്കും എന്ന് പറയുന്നു. ഈ പറയുന്ന ഇവർക്ക് ശരിയാണ്, അവർക്കതിൽ പ്രശ്നം ഉണ്ടായിരിക്കില്ല. അവരാരുടെ കൂടെ വിളിച്ചാലും അഭിനയിക്കുന്നതിൽ അവർക്ക് കുഴപ്പമുണ്ടായിരിക്കില്ല. പക്ഷേ അപ്പോഴും എനിക്ക് അവരോട് ചോദിക്കേണ്ട ഒരു കാര്യമുണ്ട്, നിങ്ങൾക്ക് ശരിക്കും അഭിനയിക്കാൻ അറിയുമോ? നിങ്ങൾ അഭിനയിക്കുന്ന സംഭവങ്ങൾ നിങ്ങൾ കാണാറുണ്ടോ? ഷൈൻ ടോം ചാക്കോയൊക്കെ ഇപ്പോൾ ഈ ഒരു ഡ്രഗ്സിൻ്റെയൊക്കെ പേരിലൊക്കെ അയാളുടെയൊക്കെ കാര്യം പറഞ്ഞാൽ ഓക്കെ ശരിയാണ്, നമുക്ക് പലപ്പോഴും നമ്മൾ പല ഇൻ്റർവ്യൂകളിലും പുള്ളിക്കാരൻ പൂസായിട്ടിരിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അങ്ങനെയാണെങ്കിൽ പോലും പുള്ളിക്കാരൻ നല്ലൊരു അഭിനേതാവാണ്. അങ്ങേരെ കൂടെയൊക്കെ നിങ്ങൾക്കൊക്കെ അഭിനയിക്കണമെന്ന് പറഞ്ഞാൽ അത് അതിമോഹം തന്നെയാണ്, നായികയായിട്ടൊക്കെ അഭിനയിക്കണമെന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇത് സദാചാര പോലീസായിട്ട് വരുന്ന അമ്മച്ചിമാരോടും അമ്മാമ്മമാരോടൊക്കെ എനിക്ക് പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ, അത് ഞാൻ ഇവരെ ബോഡി ഷേമിങ് ചെയ്ത് പറഞ്ഞതല്ല, ഇവർ കാണാൻ കൊള്ളില്ലെന്നോ അങ്ങനെയാണോ ഇങ്ങനെയാണോ എന്ന് വെച്ചിട്ടല്ല പറഞ്ഞത്. ശരിക്കും നമുക്ക് ഒരാളോട് സ്നേഹം തോന്നാം, ബഹുമാനം തോന്നാം, ഇഷ്ടം തോന്നാം, ആരാധന തോന്നാം എന്ന് കരുതിയിട്ട് അവരിൽ നിന്ന് വരുന്ന തെറ്റുകൾ മറ്റൊരാൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ ആ ചൂണ്ടിക്കാണിക്കുന്നവരെ ഫുള്ളായിട്ട് തെറി വിളിക്കാനായിട്ട് നിൽക്കരുത്. പറയുന്നത് കറക്റ്റാണോ എന്ന് നോക്കണം. ഞാനിപ്പോൾ ഇതിങ്ങനെ പറയാനുള്ള കാര്യമെന്ന് വെച്ചാൽ, ശരിക്കും ഇവർ നെഗറ്റീവ് പബ്ലിസിറ്റിയിലൂടെ വന്ന ആളാണ്. ഇപ്പോഴും ആ ഒരു രീതിയിൽ തന്നെ പൊയ്ക്കൊണ്ടേയിരിക്കുന്നു. അപ്പോഴും പറയേണ്ടതെന്ന് വെച്ചാൽ, ഇവരുടെ അഭിനയം നോക്കുമ്പോൾ ഇവരൊരുപാട് റീൽസുകളും കാര്യങ്ങളും ഒക്കെ ചെയ്യുന്നു. എനിക്ക് ശരിക്കും ആ ദാസിൻ്റെ കൂടെയുള്ള ഡാൻസൊക്കെ ചെയ്യുന്നതൊക്കെ കാണാൻ നല്ല രസമാണ്, ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല, അത് കാണാനും നല്ല രസമാണ്. പക്ഷേ അതല്ലാത്ത പക്ഷം ഇവർ അഭിനയിക്കുന്നത് കാണിച്ചു കഴിഞ്ഞാൽ എന്ത് അഭിനയമാണ് ഇവർ കാഴ്ചവെക്കുന്നത്? ഒരു വൃത്തിയും വിനയില്ല, ഒട്ടും കൊള്ളില്ല. ഒരു എന്താ പറയുന്നത്, അഭിനയമാണോ ഈ കാണിക്കുന്നത് എന്ന് പോലും നമുക്ക് തോന്നിപ്പോവും. ആ ഒരു രീതിയിലുള്ളതാണ്. അപ്പോൾ ഷൈൻ ടോം ചാക്കോയുടെ നായികയായിട്ടൊക്കെ അഭിനയിക്കണമെന്നൊക്കെ പറയുമ്പോൾ അത് കുറച്ച് കൂടുതലല്ലേന്ന് എനിക്കൊരു തോന്നൽ. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്തോളൂ. എന്തായാലും എന്നെ തെറി വിളിക്കാനായിട്ട് കാത്തുകെട്ടിയിരിക്കുന്നവരെ അവിടെ ഇരുന്ന് വിളിച്ചുകൊണ്ടിരിക്കൂ, ഞാൻ നിങ്ങളെ ബ്ലോക്ക് ചെയ്ത് വിട്ടേക്കാം. പിന്നെ കൂടുതലായിട്ട് വിളിക്കുന്നവരെ ഞാൻ നിയമപരമായും നേരിട്ടോളാം, വേറെ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ എന്തായാലും നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ചെയ്തോളൂ. ബെല്ലൈക്കൻ കൂടി ഒന്ന് പ്രസ് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി കാണാം. ബൈ.